ഒരു ഗ്രന്ഥം നിങ്ങൾ കാണിച്ചു തരാം. ഇത് വക്കം മൗലവി എഴുതിയ പുസ്തകമാണ്. ഇതിൽ പറയുന്നതാണ് ഇമാം ഇബ്നു തൈമിയ്യയും ആരോപണങ്ങളും എന്നാണ് പറയുന്നത്. വേറൊരു പുസ്തകം നിങ്ങൾക്ക് കാണാം, രണ്ട് മഹാന്മാരും കുറെ ആരോപണങ്ങളും. രണ്ട് മഹാന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇബ്നു തൈമിയ്യ, വേറൊന്ന് ഇബ്നു അബ്ദുൽ വഹാബ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളിൽ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ന നിലക്ക് ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർക്കുകയാണ്. നമ്മളെ കേട്ട് രസിക്കാനുള്ള ഒരു വിഷയമല്ലേ. രണ്ട് മഹാന്മാരും ആരോപണങ്ങളും എന്ന പുസ്തകം കേരളത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ചു. ഇമാം ഇബ്നു തൈമിയ്യയും ആരോപണങ്ങളും എന്ന പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചു. ഇതിലൊക്കെ പറയുന്നത് ഇബ്നു തൈമിയ്യക്ക് നേരെയും ഇബ്നു അബ്ദുൽ വഹാബിന് നേരെയും കുറെ ആരോപണങ്ങൾ ആരൊക്കെയോ ഉന്നയിച്ചുകൊണ്ട് ആ ആരോപണങ്ങളൊന്നും ശരിയല്ല, അതുകൊണ്ട് അവരെ തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഈ അൽ മുഹമ്മദ് വായിച്ചു. ഈ അൽ മുഹമ്മദ് നിങ്ങൾ പല ആളുകളെ നേരിടുണ്ടാവും. ഇങ്ങനെ ഒരു പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ തന്നെ എനിക്കിതിൽ വലിയൊരു പുതുമ തോന്നിയിട്ടില്ല. കാരണം ഇതേ വിഷയത്തിൽ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി നേരത്തെ ഇറങ്ങിയ വേറൊരു പുസ്തകമാണിത്. ദൈവബുദ്ധ ഉലമാക്കളുടെ പാന്താവ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ ഒരു ആവർത്തനമായിരിക്കും എന്നതിന്റെ അപ്പുറം വേറൊന്നും ഞാനതിനെ ശ്രമിച്ച് ധരിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോഴുള്ള ധാരണ. എന്നാൽ ഇതേ വിഷയത്തിൽ വേറൊരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് അപവാദങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന ഈ പുസ്തകം. ഇത് അബുൽ ഖൈർ മൗലവി, അദ്ദേഹം ഹക്കീമുൽ ഇസ്ലാം ഹസ്രത്ത് മൗലാന ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബ് എന്ന് പറഞ്ഞു ഇവരുടെ വലിയ നേതാവ്, ആ വലിയ നേതാവിന്റെ പുസ്തകം അബുൽ ഖൈർ മൗലവി അദ്ദേഹം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഗ്രന്ഥം വളരെ നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. 1985 ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അപവാദങ്ങൾക്ക് മറുപടി. അതേപോലെ ദൈവബന്ധുവന്മാരുടെ പന്താവ് എന്ന് പറയുന്ന ഈ പുസ്തകം 1979 ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഇവർ പറയുന്ന കുറെ ആളുകളെ, അവർക്കെതിരെ വന്ന ആരോപണങ്ങളെ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളാണ്. ഇത് ഏതുപോലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ വാദഗതികളിൽപ്പെട്ട ഏറ്റവും വലിയൊരു വാദമാണ് അല്ലാഹു അർശിന്റെ മുകളിൽ ഇരിക്കുന്നുവെന്നും ആ അർശിന്റെ മുകളിൽ ഇരിക്കുന്ന അല്ലാഹു തആല അവന്റെ അർശിൽ ഒരൽപ്പവും കൂടെ സ്ഥലം ഒഴിച്ചിട്ടുണ്ട് എന്നും ആ സ്ഥലത്ത് ഖിയാമനാളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തുമെന്നും ജനങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന് ഭാരം കൂടിയിട്ട് ഇന്നലഹു അഖീതൻ കഅഖീതിർ റഹ്ലി, ഒരു വാഹനത്തിന് ഉണ്ടാകുന്ന, ഒട്ടകത്തിന്റെ കൂടാരത്തിന് ഉണ്ടാകുന്ന ഭാരം കനക്കുന്ന സമയത്ത്, ശബ്ദമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം അള്ളാഹുവിന്റെ ഇരിപ്പിടമാകുന്ന അർശിന് ഉണ്ടാകുമെന്നും എഴുതിയിട്ടുള്ള ആളാണ് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ പറയുന്നത് അങ്ങനെ ഒരു ആരോപണമല്ല, ദുരാരോപണമാണ്. അതൊന്നും ശരിയായ ആരോപണമല്ല, ശരിയായ വിഷയമല്ല. അത് നമ്മൾ ഈ നേതാവ് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഇബ്നു തൈമിയ്യ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു തൈമിയ്യയെ വെള്ളപൂശാൻ ഇവർ പറയുന്ന വിഷയം ഇബ്നു തൈമിയ്യയെ പറ്റി അങ്ങനെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങിക്കിട്ടണം, എന്നാലേ ഇവിടെ ഇസ്ലാം തന്നെ നിലനിൽക്കുകയുള്ളൂ, ജനങ്ങൾ ഇസ്ലാം പഠിക്കുകയുള്ളൂ എന്നാണ്. അതിന്റെ വരികൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇബ്നു തൈമിയ്യയെയും ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങിയാൽ മാത്രമേ ഖുർആനിനെയും ഹദീസിനെയും കുറിച്ച് തന്നെ സാധാരണ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ഖുർആൻ ഹദീസ് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഇബ്നു തൈമിയ്യ ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് നീങ്ങണമെന്ന്. ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഗ്രന്ഥം എഴുതുകയാണ്. ഏതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ പുസ്തകത്തിലൊക്കെ പേടിപ്പിക്കുന്നത് നമ്മൾ പരമ്പരയിലുള്ള ഉസ്താദുമാരാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇവർ പേടിപ്പിക്കാറുണ്ട്.
ഖുർആനും ഹദീസും തന്നെ മനസ്സിലാകണമെങ്കിൽ ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റും ശരിയായ ധാരണ ലോക മുസ്ലിങ്ങൾക്കുണ്ടാകണമെന്ന് പ്രഖ്യാപിച്ച് വക്കമൗലവി ഇബ്നു തൈമിയ്യയെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി പുസ്തകം എഴുതുന്നു. അബ്ദുൽ അസീസ് മൗലവി പുസ്തകം എഴുതി. കേരള മുസ്ലിം മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചു. രണ്ട് മഹാന്മാരിൽ കുറെ ആരോപണങ്ങൾ വന്ന പുസ്തകം. അതിൽ പറയുന്നത് ഞങ്ങൾ തഖ്ലീദിനെ നിഷേധിക്കുന്ന ആളുകളല്ല, നാലിൽ ഒരു മദ്ഹബ് അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളാകുന്നു എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞതായിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ ഞാൻ ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി വിശദീകരിക്കപ്പെട്ട ഭാഗം ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം അല്ലെങ്കിൽ വഹാബികൾ തഖ്ലീദിനെ എതിർക്കുന്ന ആളുകളാണ് എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയത് കാണാൻ കഴിയും. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങൾ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അൽ മുഹല്ലദുമായി നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേ പുസ്തകത്തിൽ നിങ്ങൾ പറയുന്നു ഇബ്നു അബ്ദുൽ വഹാബ് തഖ്ലീദിനെ എതിർത്തിട്ടുണ്ട് എന്ന്. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബിനെ ലോകത്തിന്റെ മുന്നിൽ നല്ല ആളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി കേരള മുജാഹിദിന്റെ ആളുകൾ പുസ്തകം എഴുതിയപ്പോൾ പറയുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് തഖ്ലീദിനെ അങ്ങനെ എതിർത്ത ആളല്ല. നാല് മുജ്തഹിദുകളായ പണ്ഡിതന്മാര് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ നാല് മഹാന്മാരായ ആളുകൾ അംഗീകരിച്ചിട്ടുള്ള, അവരെ അനുകരിക്കണമെന്ന് വാദിച്ചിട്ടുള്ള ആളുകളാകുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിലൂടെ ജനങ്ങളെ വിവിധ വാദങ്ങളും വ്യത്യസ്ത ആശയങ്ങളും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റുക എന്നത് പുത്തൻ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ശരിയാണ്. വാർത്തയായി ഞങ്ങളോട്ട് കിടക്കുകയല്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ജിന്നും ശൈത്താനും കൂടത്തെ ഭരണാധികളും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനങ്ങളെ അകഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അവർക്ക് എന്നെ പറയില്ല, നമ്മളെ പാർട്ടിയിലാണ് എന്നതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ എത്തിപ്പെടുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ വന്നപ്പോ കേട്ട അത്ഭുതങ്ങളിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മുടെ സമ്മാദ് ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞ ഇവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറഞ്ഞുപോയി, ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന ആള് ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾക്ക് പ്രത്യേകമായ ആദർശപരമായി ബന്ധങ്ങളില്ല. എന്നാൽ നിങ്ങളുടെ പ്രസംഗം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ച ഗ്രന്ഥത്തിലൂടെ തന്നെ അതേ ഇസ്മായിൽ ഷഹീദിന്റെ മഹത്വവും ബഹുമാനവും നിങ്ങൾ രേഖപ്പെടുത്തിയത് സാവകാശം വിഷയങ്ങൾ ഓരോന്ന് കടന്നു വരുമ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് അടുക്കാവുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ആരോപണങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരിക എന്നത് ലോകത്ത് ഏത് കാലഘട്ടങ്ങളിലും പുതിയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മാന്യ സഹോദരങ്ങളിൽ ആമുഖമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ദൈവബന്ധിലെ പണ്ഡിതന്മാരെന്ന് അവർ പറയുന്ന ആളുകൾ ചില വിശദീകരണങ്ങളുമായി രംഗത്ത് വരാനുണ്ടായ പശ്ചാത്തലം, ആ പശ്ചാത്തലവും കൂടി നിങ്ങളൊന്ന് പഠിക്കണം. 1324 ഹിജ്റ 1324 മഹാനായ അഹ്മദ് റിളാ ഖാൻ മറലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഹുസ്സാനുൽ ഹറമൈൻ എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ആ ഗ്രന്ഥം രചിക്കുന്നതിന്റെ മുന്നേ ഹറമൈൻ ഷരീഫിലെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാര് അവരുടെ മുന്നിൽ ബഹുമാനപ്പെട്ട അയല ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തബ്ലീഗ് ജമാഅത്തിന്റെ നിരവധി ഗ്രന്ഥങ്ങളുടെ കോപ്പികൾ, അതിന്റെ ഒറിജിനൽ പതിപ്പുകൾ ലോകത്തെ സമുന്നതരായ പണ്ഡിതന്മാർ, ഹറമൈൻ ഷരീഫിലെ പണ്ഡിതന്മാർ അവരുടെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. അത് മനസ്സിലാക്കണം വസ്തുതകൾ. ആ മൂലഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് അതിലെ ആശയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ ആശയങ്ങൾ ഉള്ളവരാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പണ്ഡിതർ എങ്കിൽ അവർ പിഴച്ചവരാണ്
എന്നതിൽ തർക്കമില്ല എന്നത് ആ രണ്ട് ഹറമുകളിലെയും പണ്ഡിതന്മാർ വിധിയെഴുതുകയും അവർ ഫത്വ കൊടുക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട ആരാധനങ്ങൾ അന്ന് ഫതാവ റശീദിയ എന്ന ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവര് അവരുടെ മുന്നിൽ സമർപ്പിച്ചുവെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ബറാഹിനെ ഖാസിയ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥമാണിത്. എന്റെ ഒറിജിനൽ കോപ്പിനെ അവിടെ കൊണ്ടുവന്നുണ്ട്. ബറാഹിനെ ഖാസിയ. ഈ ബറാഹിനെ ഖാസിയ സമർപ്പിച്ചിട്ടുണ്ട്. വേറൊരു ഗ്രന്ഥമാണ് തഹ്‌വീറുൻ നാസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവർ പലപ്പോഴും മറുപടി പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെന്നല്ലാതെ തഹ്‌വീറുൻ നാസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ആ തഹ്‌വീറുൻ നാസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതേപോലെ ഹിഫ്ദുൽ ഈമാൻ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥം. ഈ ഗ്രന്ഥങ്ങളെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഈ ഗ്രന്ഥങ്ങളെ ബഹുമാനപ്പെട്ട അഹ്മദ് റിവാഖാൻ തങ്ങൾ അറേബ്യൻ പണ്ഡിതന്മാരുടെ മുന്നിൽ രണ്ട് ഹറമിലെയും മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരുടെ മുന്നിൽ സമർപ്പിക്കുകയും അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ചില വിദാത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രചാരണങ്ങളെയും ശക്തിയുക്തം എതിർക്കുന്നതിനു വേണ്ടിയും അതിന്റെ അബദ്ധങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയും ബഹുമാനപ്പെട്ട റിവാഖാൻ തങ്ങൾ അവരുകൾ ബഹുമാനപ്പെട്ടവര് ലോക പണ്ഡിതന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തന രംഗത്ത് ഇറങ്ങുകയുണ്ടായി. ഇതാണ് സംഭവം. അങ്ങനെ വന്നപ്പോൾ ആ വിഷയങ്ങൾക്ക് ഒരു മറുപടിയാക്കാൻ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തബ്ലീഗ് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാർ തീരുമാനിക്കുന്ന പ്രകാരം അവരൊരു കുറിപ്പ് എഴുതിയിട്ട് അങ്ങോട്ട് അയക്കുകയുമാണുണ്ടായത്. ഈ ഗ്രന്ഥങ്ങളുമായി ചെന്നിട്ട് അവരുടെ ഒരു ചർച്ച നടത്തുകയല്ല, ഒരു കുറിപ്പ്, ആ കുറിപ്പ് അങ്ങോട്ട് കൊടുത്തയക്കുകയാണുണ്ടായത്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് അപവാദങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിന്റെ 16-17 പേജുകൾ പരിശോധിച്ചാൽ ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നന്നായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെയുള്ള പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കല്ല, മറിച്ച് അനന്തരം പ്രസ്തുത പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അറേബ്യയിൽ നിന്നും സമഗ്രമായ അന്വേഷണം നടന്നു. ദൈവബന്ധ പണ്ഡിതരും പ്രസ്തുത മഹാത്മാക്കളും ഇങ്ങനെയെല്ലാം എഴുതിവിട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ആദർശം എന്താണ് എന്നെല്ലാം അവർ ആരാഞ്ഞു. അതിന് സമാധാനം ഇവിടെ നിന്നും അറബിയിൽ എഴുതി അയച്ചു കൊടുത്തു. കേൾക്കണം, അറബിയിൽ അതിന്റെ സമാധാനം എവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. അതിൽ ഇന്ത്യയിലെ ഉന്നത ശീർഷനായ 24 മഹാപണ്ഡിതന്മാർ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അപവാദങ്ങൾക്ക് മറുപടി നിങ്ങളുടെ പുസ്തകമാണ്. അപ്പൊ അറബിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുകയായിരുന്നെങ്കിൽ ചെയ്യേണ്ടതെന്താണ്? അഹ്മദ് റിവാഖാൻ തങ്ങളെയും കൂട്ടിയിട്ട് ഈ ഒറിജിനൽ മൂലഗ്രന്ഥങ്ങളെയും ആ ഗ്രന്ഥങ്ങളുമായി നിങ്ങൾ ഏത് പണ്ഡിതരെയാണോ സമീപിച്ചത് ആ പണ്ഡിതരുടെ അടുത്ത് ഞങ്ങളും വരാം, നമുക്കും ഇരുന്ന് ചർച്ച ചെയ്ത് വിഷയങ്ങളിൽ എന്തെങ്കിലും ധാരണപ്പിശലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാമെന്ന നിലയിൽ അവരോട് പറയുകയാണ്. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായോ? ഇല്ല. അഹ്മദ് റിവാഖാൻ തങ്ങളാകട്ടെ അതിന് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ സ്വീകരിച്ചോ? ഇല്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സമസ്ത കേരള ജമഅത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളുടെ ആശയങ്ങൾ, തബ്ലീഗ് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അബദ്ധമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അത് നമുക്ക് വിശാലമായ പഠനങ്ങൾ നടത്തും. ആ സംഭവങ്ങൾ പക്ഷേ വിവിധ പ്രസ്ഥാനങ്ങളിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠനം നടന്ന് മുശാവറ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കേരളത്തിലെ മുൻ അമീറായിരുന്ന കാഞ്ഞാർ മൂത്ത മൗലാന നിങ്ങൾ വിളിക്കുന്ന നേതാവ്, ആ നേതാവിനെ സമസ്ത കേരള ജമഅത്തുൽ ഒരു കത്തയച്ചിരുന്നു. നിങ്ങളുടെ തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇന്ന ആശയങ്ങൾ വാദഗതികൾ കാണുന്നു. ആ വാദഗതികളുടെ നിജസ്ഥിതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു ചർച്ചയ്ക്ക് സന്നദ്ധരാകണമെന്ന് പറഞ്ഞ് മൂസ മൗലാന എന്ന നിങ്ങളുടെ അമീറിന്റെ കത്തയച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? എനിക്കതിന് സാധ്യമല്ല എന്നാണ്.
മറുപടി അവതരിക്കും. ഞങ്ങൾ പെടുന്നനെ തീരുമാനമെടുത്തതല്ല, പെട്ടെന്ന് തീരുമാനമെടുത്തതല്ല. ഒരുപാട് ചർച്ചകളും പഠനങ്ങളും പൂർവ്വകാല പണ്ഡിതന്മാരും മഹത്തുക്കളും നടത്തി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാൻ അവസരം നൽകി ശേഷമെടുത്ത തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അൽമുഹന്നത് പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്നറിയോ? എന്റെ മാന്യ സഹോദരന്മാരായ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, നിങ്ങൾ എന്താണ് ഇതിൽ എഴുതി വിട്ടതെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ 8ാമത്തെ പേജ് നിങ്ങൾ വായിച്ചു നോക്കണം. ഈ 8ാമത്തെ പേജ് പറഞ്ഞറിയോ? സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഭൗതിക ന്യായാധിപന്മാർ പോലും ഒരാൾ കൊലയാളിയോ കള്ളനോ എന്ന് സ്ഥിരപ്പെടുത്തുവാൻ വിധിന്യായങ്ങളിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കാണാറുണ്ട്. എന്നാൽ സൂക്ഷ്മതയാണ് ദീനെന്ന് പഠിപ്പിച്ച ഉത്തമ സമുദായത്തിലെ വിധിന്യായങ്ങൾ കൈയാളുന്നവർ എന്ത് സൂക്ഷ്മതയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പുലർത്തിപ്പോന്നിട്ടുള്ളതെന്ന്, ഇതുപോലുള്ള കാര്യങ്ങളിൽ പുലർത്തിപ്പോന്നിട്ടുള്ളതെന്ന് പരിശോധിച്ചറിയേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇതിലേറെ സൂക്ഷ്മത എന്താണ് പുലർത്തേണ്ടത്? ഇത് പെടുന്നതുണ്ടായ തീരുമാനമല്ല, പഠനങ്ങൾ ധാരാളം നടന്നു. അതുകൊണ്ടല്ലേ തബ്ലീഗ് ജമാഅത്തിന്റെ ആശയവും അതിന്റെ പ്രവർത്തനമൊക്കെ ആദ്യം വന്ന സമയത്ത് വിഷയത്തെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് തീരുമാനങ്ങൾ ഇവിടെ വന്നിരുന്നില്ല. പഠന വിധേയമാക്കപ്പെടുകയും കേരളത്തിലെ അമീറിനോട് ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും അതിന് സന്നദ്ധനാകാതിരിക്കുകയും അബദ്ധങ്ങൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെടുന്നത് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ ഈ പ്രസ്ഥാനം തെറ്റാണ്, അബദ്ധമാണ് എന്ന് ജനങ്ങളോട് പറയുമെന്ന ബാധ്യത പണ്ഡിതന്മാർക്കുണ്ടായി. അങ്ങനെ തീരുമാനമുണ്ടായിരുന്നു. കണ്ടോ, ഉലമായെ ഇവർ ചിത്രീകരിച്ചത് കോടതികളിൽ ന്യായാധിപന്മാര് പുലർത്തുന്ന സൂക്ഷ്മത പോലും പുലർത്താത്ത ആളുകളാണ് പണ്ഡിതന്മാരെ കൊച്ചാക്കി കാണിക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. വീണ്ടും ഇതിന്റെ 13ാമത്തെ പേരിൽ പറയുന്ന വിഷയം അറിയോ? മഹത്തുക്കളും മഹാന്മാരുമായ പ്രസ്തുത ദൈവബന്ധി ഉലമാക്കളോട് അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉത്തരേന്ത്യയിലെ മൗലവി അഹമ്മദ് റിളാ ഖാൻ ബറേലവി. ഹിജ്റ 1323 മൗലവി അഹമ്മദ് റിളാ ഖാൻ ബറേലവി ഹജ്ജിന് മക്കയിലെത്തി. അപ്പോ ദൈവത്തിലെ പണ്ഡിതന്മാരുടെ കടുത്ത അസൂയ വിദ്വേഷം വെച്ച് പുലർത്തിയ ആര് അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ പോലും ലോകത്ത് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. നിങ്ങളോട് ഒരൊറ്റ വിഷയമേ പറയാറുണ്ടായിരുന്നു. റിളാ ഖാൻ തങ്ങൾക്ക് നജ്ദി ഖസം ഖുദാക്കി നജന്നത്ത് തുജേ മിലേ ദോസഖ് മേ ലേകെ ജായേഗി നിഫറത് റസൂൽ കി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കടുത്ത വിരോധം കാരണം ഓ നജ്ദിയൻ സിദ്ധാന്തക്കാരാ, ഓ തബ്ലീഗ് ജമാഅത്തുകാരാ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. റിളാ ഖാൻ തുറന്ന് പ്രഖ്യാപിക്കുകയാണ്, നജ്ദി ഖസം ഖുദാക്കി നജന്നത്ത് തുജേ മിലേ ദോസഖ് മേ ലേകെ ജായേഗി. നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതാണ്. അതിന്റെ കാരണം സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിരോധമാണ്. ഇത് പറഞ്ഞു അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ. അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ വളരെ വ്യക്തമായി ഗണ്യതമായി ഇത് പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റിളാ ഖാൻ ദൈവബന്ധി പണ്ഡിതന്മാരോട് അസൂയയുള്ള ആളാണ്, വെറുത്തുള്ള ആളാണ്, വിദ്വേഷമുള്ള ആളാണ് എന്ന് ഇവർ പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം വളരെ നന്നായി നമ്മൾ ആലോചിക്കണം. അപ്പോ എന്തെല്ലാം ചർച്ചകൾ നടന്നതിന് ശേഷം ഇങ്ങനെ തീരുമാനം വരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതിനൊക്കെ ഇവര് ഒരു വിലയും കൽപ്പിക്കാതെ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ട് ഇവർ എഴുതിയാണ്, പച്ച മലയാളത്തിൽ എഴുതി വിടുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് പ്രചരിപ്പിക്കുകയാണ്. അസൂയുള്ള പണ്ഡിതന്മാരാണ്, ഒരു സൂക്ഷ്മതയും പുലർത്താത്ത ആളുകളാണ്. ഈ ചർച്ചകളൊക്കെ നടന്നിട്ടതിന് ശേഷമാണ് സഹോദരങ്ങളെ അൽമുഹന്നത് മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ നേരം വിളിക്കുന്നവരെ കളിച്ചിരിക്കേണ്ടി വരും. അത്രയും വിശദമായിരിക്കും വിഷയങ്ങൾ പറയാനുണ്ട്. എന്നിട്ട്
ഇതിലെന്താ പറയുന്നത് അറിയുന്നത്? ഇവർക്കെതിരെ ആരൊക്കെയോ കുറെ ആരോപണം. അതിൽ ഒന്നാമത്തെ ആൾ അഹമ്മദുല്ലാ ഖാൻ ഇവർ പറയുന്നത് അതല്ല, ബാനി ഹസ്രത്തുകളും ഇവർക്കെതിരെ നേരത്തെ ശ്രദ്ധിച്ച ആളാണെന്നുള്ള വിഷയം നിങ്ങൾ കേട്ടല്ലോ. ഞാൻ അങ്ങോട്ട് വിശദമായി പോയി കളിക്കേണ്ട ആവശ്യമില്ല. സഹോദരന്മാരെ, എന്നിട്ട് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ചിന്തിച്ചോളെ. ഇവർക്കെതിരെയുള്ള ആരോപണം ദുരാരോപണമായി അവർ പറയുന്നത് ഞങ്ങൾ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിയാറത്തിന് വേണ്ടി യാത്ര പോകണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുണ്ട് എന്നതാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പ്രവാദില്ല. പറഞ്ഞു വന്നപ്പോ ഇവരെന്താ പറഞ്ഞറിയോ? ഞങ്ങൾ ശരിക്കും സുന്നികളുടെ അതേ ആശയവും അതേ ചിന്തയും അതേ ചിന്തകളും മാത്രമാണ് ഉള്ളത്. അതിനെ ഇലാഹാന്തങ്ങൾ നിങ്ങൾ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരെ പോലെയും സുന്നത്യമായത്തിന്റെ പണ്ഡിതന്മാർ എത്ര ഭാഗത്തുണ്ട്. ഇലാഹാന്തങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരില്ലാത്ത ബാക്കിയുള്ളവരൊക്കെ എതിർക്കുന്ന പരിപാടി. നിങ്ങൾ എതിർക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വലിയ സഹോദരങ്ങളെ, സൗകര്യമായത്തിന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സാധാരണക്കാരെ പറയുന്നില്ല, അവർ പാവങ്ങളാണ്. അവർ കുറച്ച് ആൾക്കാരെ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവരെ കൂടെയാണ് ചേരേണ്ടതെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിച്ചു പോയ ആളുകളാണ്. അവർ വളരെ ശ്രദ്ധിച്ച് വിഷയങ്ങളുടെ നിജസ്ഥിതികൾ ബോധ്യപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കാണുന്ന എല്ലാ ഒറ്റപ്പാടുകളുടെയും, കേൾക്കുന്ന എല്ലാ ഒറ്റപ്പാടുകളുടെയും, കാണുന്ന എല്ലാ നിറങ്ങളുടെയും പിന്നാലെ പോകാനുള്ള ആളുകളല്ല. മതപരമായ വിഷയമാകുമ്പോൾ നമ്മുടെ പൂർവീകര മുൻകാലികമായ ആളുകൾ അവർ ഉറച്ചു വന്ന നിലപാടുകൾ എന്താണെന്ന് സമഗ്രമായി പഠിക്കൽ, ആലോചിക്കൽ, ഈ ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലഘട്ടങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ അവർക്ക് പോയി ബാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും ഈ കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്താ അവർ പറഞ്ഞത്? സിയാറത്തിന് വേണ്ടി മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. അൽ മുഹന്നദിൽ പ്രധാനമായി പറയുന്ന വിഷയം. അൽ മുഹന്നദിൽ മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിലെല്ലാം അതിലേക്കുള്ള സൂചനകൾ നൽകുകയാണ്. ഇതിൽ പറയുന്നത് കേട്ടോളെ, ഞാനിത് ആദ്യം വായിച്ചു തരാം. എന്നിട്ട് ഇവർക്ക് ആ വാദമുണ്ടോ, ഇവരുടെ നേതാക്കൾക്ക് ആ വാദമുണ്ടോ ഞാൻ വേറെ പറയാം. മൂന്നാമതായി ഞങ്ങളുടെയും ഞങ്ങളുടെ ശൈഖന്മാരുടെയും അടുക്കൽ സയ്യിദുൽ മുർസലീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ ഏറ്റവും ഉന്നതമായ ഒരു ആരാധനയാണ്. ഹജ്ജ് മറ്റ് പ്രതിഫലാർഹമായ അമലുകളുടെ കൂട്ടത്തിൽ മുഖ്യ അമലാണ്. പരലോകത്തിന്റെ മഹോന്നതമായ പദവികൾ കാരണമാകുന്നതിനുള്ള അമലാണ്. സർവോപരി വാജിബാത്തുകളോട് അടുത്ത അമലാണ്. അത് കരസ്ഥമാക്കാൻ വാഹനം തയ്യാറാക്കി പോകലേ മാർഗമുള്ളുവെങ്കിൽ, അതും ആത്മാർപ്പണം ചെയ്തിട്ടാണെങ്കിൽ, അതും എങ്ങനെയാണെങ്കിലും അതും ചെയ്യേണ്ടതാണ്. ഈ അൽ മുഹന്നദിലുള്ള വിഷയം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചല്ലോ. അതായത് തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പറയുന്നത് എങ്ങനെയെങ്കിലും സ്വയം സമർപ്പിച്ചിട്ട് നമ്മൾ സിയാറത്തിന് വേണ്ടി വാഹനം സംഘടിപ്പിച്ച് പോയാണ് വേണ്ടത്. ഇതാണ് ഞങ്ങളുടെ വാദം. അതിനെതിരെയുള്ള ആരോപണങ്ങൾ ശരിയല്ല. പക്ഷേ അൽ മുഹന്നദുകൾ കണ്ടല്ലോ. ഞാൻ ഈ അൽ മുഹന്നദ് ഇവിടെ വെക്കുകയാണ്. ഇനി ഞാന് നിങ്ങൾ ദൈവബന്ധി ഉലമാക്കൾ, നിങ്ങൾ നേതാക്കൾ എന്ന് പറഞ്ഞ് കുറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ടോ? അതുകൂടെ ഞാൻ വായിക്കാം. ആരാണ് നിങ്ങളെ മൗലാനമാർ? ഇതിന്റെ 12ാമത്തെ പേജ് ഈ പുസ്തകത്തിനാണ് ആധാരമാക്കുന്നത്. 12ാമത്തെ പേജ് നിങ്ങൾ വായിച്ചു കാണാം. മൗലാന മുഹമ്മദ് ഖാസിം നാനോത്തവി, മൗലാന മുഹമ്മദുൽ ഹസൻ ദൈവബന്ധി, മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, മൗലാന റഷീദ് അഹമ്മദ് ഗാംഗോഹി, മൗലാന ഫരീദ് അഹമ്മദ് അംബേദ്കറി പോലെയുള്ള മഹാന്മാരായ ഉലമാക്കളും അത്തരത്തിലുള്ള മഹാന്മാരായ ദൈവബന്ധി ഉലമാനെ പറ്റി ചില ആളുകൾ അടിസ്ഥാനരഹിതമായ ചില വിഷയങ്ങൾ പറഞ്ഞും എഴുതിയും പരത്തി ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അവർ പറയാത്തതും പറയാൻ പാടില്ലാത്തതുമായ പലതും പറഞ്ഞുവെന്ന് പറഞ്ഞ് ചില ഫോട്ടോ കോപ്പികളും മറ്റുമൊക്കെ വെച്ച് ചില പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുകയും അതിലൂടെ 2 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ ഇവരെ കുറെ നേതാക്കന്മാരെ പറ്റി പറയാം. ഇന്ന ആളുകൾക്ക് നേതാക്കന്മാരാണ്.
വലിയ വലിയ മഹാന്മാരാണ്, ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെടേണ്ടുന്ന ആളുകളാണ് എന്ന് പറയും. എന്നാൽ അതേ നേതാക്കളിൽ നിങ്ങൾ എണ്ണിയ ആളാണല്ലോ റഷീദ് അഹമ്മദ് ഗാംഗോഹി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ ഫത്താവ റഷീദിയ എന്ന് പറയുന്ന പുസ്തകമാണ് ഫത്താവ റഷീദിയ. ഈ ഫത്താവ റഷീദിയയിൽ ഞാൻ ആമുഖമായി തന്നെ എടുത്തു വെക്കട്ടെ. നിങ്ങൾ ഇവിടെ പറഞ്ഞു നേരത്തെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഇസ്മായിൽ ദഹ്ലവി എന്ന നിങ്ങൾ വിളിക്കുന്ന ഇസ്മായിൽ ഷഹീദ്, ആ ഇസ്മായിൽ ഷഹീദിനെ അംഗീകരിക്കുന്നില്ല, അയാൾ ആദ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അയാളെ ഒന്ന് ആദ്യം സമർപ്പിക്കുക. എന്നിട്ട് അയാളുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഈ ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അതാണ് ആമുഖമായി മനസ്സിലാക്കേണ്ടത്. കേട്ടോളൂ, ഈ ഫത്താവ റഷീദിയുടെ 78ാമത്തെ പേജ്. ഇത് മർക്കസിൽ നിന്ന് പുറത്തിറക്കുന്നതല്ല, ഇത് മർക്കസിൽ നിന്ന് പുറത്തിറക്കുന്നതല്ല. ഉപരീതമായത്തിന്റെ ആളുകളുടെ കൈവശം ഫത്താവ റഷീദിയ ഉണ്ടെങ്കിൽ, ഞാൻ ഈ വായിക്കുന്ന ഭാഗം അതിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ഇവിടേക്ക് നിങ്ങൾ കടന്നു. വേറെ പേര് കെട്ടണമെന്നില്ല, നമുക്ക് ഇങ്ങോട്ട് കടന്നുകൊണ്ടുള്ള ഒരു പ്രശ്നവുമില്ല, യാതൊരു പേടിയും പഠിക്കണ്ടില്ല. ഫത്താവ റഷീദ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഇസ്മായിൽ ഷഹീദ് നേതാവല്ല, നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ടോ? എങ്കിൽ ഞാൻ വായിക്കുന്ന ഭാഗങ്ങൾ കേട്ടോളൂ. ഷാഹി ഇസ്മായിൽ ഷഹീദ് കെ മുത്തഅല്ലഖായ ഇസ്മായിൽ ഷഹീദിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് പറയാണ്. എന്താ പറയുന്നത്? എവിടെ പറയുന്നത്? ഫത്താവ റഷീദിയ. ഈ ഫത്താവ റഷീദിയ ആരുടേത്? റഷീദ് അഹമ്മദ് ഗാംഗോഹിയുടേത്. റഷീദ് അഹമ്മദ് ഗാംഗോഹിയാണ് നിങ്ങൾ മറുപടി പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കുന്ന ദൈവബന്ധി പണ്ഡിതന്മാരിൽപ്പെട്ട ആള് അല്ലേ? എന്തിനേറെ നിങ്ങളെ കുത്തുബുൽ ആലമായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുത്തുബുൽ ആലം എന്നാണ് പറഞ്ഞത്. കുത്തുബുൽ ആലം റഷീദ് അഹമ്മദ് ഗാംഗോഹി എന്നാ പറഞ്ഞത്. ആ കുത്തുബുൽ ആലമിന്റെ പുസ്തകത്തിൽ ഫത്വയിൽ പറയുന്നുണ്ടാണ്, മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിലെഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയാൽ തീർത്ത് വായിക്കാം. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന വ്യക്തി ആലിം, അയാൾ പണ്ഡിതനാണ്, മുത്തഖി, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്. അവർ ബിദഅത്ത് ഉഗാടനെ വാലെ, അവർ സുന്നത്തെ कार्य करने वाले, और कुरान और हदीस पर पूरा अमल करने वाले और खल्क़ुल्लाह को हिदायत करने वाले थे. അദ്ദേഹം ആരാണ് അറിയോ? ബിദ്അത്ത്, പുതിയ മാർഗങ്ങൾ, പുതിയ വിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അത് നീക്കം ചെയ്ത വ്യക്തിയാണ്. സുന്നത്തുകൾ ഇവിടെ നടപ്പിലാക്കിയ ആളാണ്. ഖുർആനും ഹദീസും അനുസരിച്ച് പ്രവർത്തിച്ച ആളാണ്. ജനങ്ങൾക്ക് ഹിദായത്ത് കൊടുത്ത ആളാണ്. അവർ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ അദ്ദേഹം ജീവിച്ചത്. കഴിഞ്ഞ അവസാനം കുഫാറുകളുടെ അവിശ്വാസികളുടെ കരങ്ങളാൽ അദ്ദേഹം ഷഹീദായി എന്ന് അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഞാനിപ്പോൾ അവോട് കിടക്കുകയല്ല. ഇനി കേട്ടോളൂ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് തഖ്വിയത്തുൽ ഈമാൻ. ഇതിന്റെ ഉറുദു പതിപ്പാണ്, അതിന്റെ അറബി പതിപ്പാണ്. രണ്ട് പതിപ്പ് എന്റെ കയ്യിലുണ്ട്. ഇത് ഉറുദു പതിപ്പാണ്, ഇത് അറബി പതിപ്പാണ്. ചരിത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അറബിയിലാണോ മൂലഗ്രന്ഥം, ഉറുദുവിലാണോ? ഏതിലാണ് നിങ്ങൾ പറഞ്ഞാലും രണ്ട് കിതാബ് എന്റെ കയ്യിലുണ്ട്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്ക് വരാം, പരിശോധിക്കാം. ഓപ്പൺ വേദിയാണ്, ഓപ്പൺ സ്റ്റേജാണ്. ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും സാക്ഷ്യം വെച്ച് നിങ്ങളുടെ വാദഗതി നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള തുറന്ന അവസരം ഞങ്ങളിവിടെ നൽകുന്നു. നിങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം ഉപയോഗപ്പെടുത്താം. ആളുകൾ വെറുതെ വട്ടം കിടക്കരുതെന്നാണ് നിങ്ങൾക്ക് പറയാൻ. ഇത് കഴിഞ്ഞു പോയിട്ട് വെറുതെ ആളുകളെ വട്ടം കിടക്കരുത്. ഞങ്ങൾക്ക് ഇസ്മായിൽ ഷഹീദായി ഉണ്ടല്ലോ, നിങ്ങൾക്ക് റഷീദ് അഹമ്മദ് ഗാംഗോഹിയായി ഉണ്ടല്ലോ, അയാളെ ഫത്താവ റഷീദിയ നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ? ആ ഫത്താവ റഷീദിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ ഫത്താവ റഷീദിയുടെ 78ാമത്തെ പേരിൽ പറയുന്നു, അവർ കിതാബ് തഖ്വിയത്തുൽ ഈമാൻ നിഹായത്തു ഇൻദാ കിതാബ് ഹേ.
और रद्द शिर्क में बिदअत में लाजवाब है। इस्तिदलाल उसके बिल्कुल किताबुल्लाह और अहादीस से है, उसका लिखना और पढ़ना और अमल करना इस्लाम है और मुझे अधिक अदर का है। उसके लिखने को जो बुरा करता है वो फासिक और बिदअत